നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ ഒന്ന് രണ്ട് സൈസിലുള്ള മീൻ പല രീതിയിലൊക്കെയുള്ള മീനുകൾ കൊണ്ടുവരില്ല. ചിലപ്പോൾ ചാള കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ അയല കൊണ്ടുവരും. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീൻ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കില്ലേ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് അത് കറി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാം ഒരു ഉണക്കമീൻ്റെ ചോരും. പിന്നെ ആ കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് ഇത് കറി വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ മീൻ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരുമ്പം ഇതുപോലെ നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ മീൻ നമ്മൾ എടുത്തേക്കുന്ന ഒരു മീൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളൊരു ഡിഷിലേക്ക് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടാതെ നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരെ കയറ്റി ഫ്രീസറിലേക്ക് വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് നമുക്കത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്കത് കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഐസ് കട്ട പിടിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഐസ് കട്ട നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ അത് പെട്ടെന്ന് അലന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പച്ചവെള്ളത്തിൽ നമ്മൾ പൈപ്പിൻ്റെ ഒക്കെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കഴുകി ജസ്റ്റ് 1-2 തവണ അങ്ങനെ കഴുകി എടുക്കുമ്പോൾ തന്നെ ഈ മുകൾ ഭാഗത്ത് വന്നേക്കുന്ന ആ ഒരു ഐസൊക്കെ നമുക്കത് വിട്ടിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്കൊക്കെ ഒരു 1-2 മീനൊക്കെ എടുത്ത് ഒന്ന് പൊരിക്കണം എന്നുണ്ടെങ്കിൽ ആ മുകളിൽ തന്നെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീനിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉപ്പ് തൂളിയിട്ട് ഇതുപോലെ ഒന്ന് അടത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അത് കയ്യിലേക്ക് നമുക്കത് വിട്ട് കിട്ടും കേട്ടോ. അതിപ്പോൾ നമ്മൾ ചിക്കനായാലും നമ്മൾ ഇതുപോലുള്ള മീനുകളാണെങ്കിലും ഐസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായത് കണ്ടില്ല, ഇപ്പോൾ ഞാൻ മുകളിൽ നിന്നൊക്കെ ഉള്ളത് ഉപ്പിട്ടിട്ട് ഞാൻ ജസ്റ്റ് അത് ഇളക്കി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ആ ഉപ്പിട്ടത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ നമ്മളത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുവാണെങ്കിൽ ഐസ് പെട്ടെന്ന് അലന്ന് കിട്ടുകയും ചെയ്യും, മീൻ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മളിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കറി വെക്കുന്ന ആ ഒരു ഇത് തന്നെ മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ മീൻ കറി നല്ല അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ ആ ഒരു മീൻ ഉണക്കമീൻ ചുവ വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് മീൻ നമ്മൾ മുളകൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരുപാട് ഒരാഴ്ചയൊക്കെ ഇരുന്നാലും ഈ ഒരു കറി കേടാവാതിരിക്കാനുള്ളതായിട്ടുള്ള ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെക്കേണ്ട കേട്ടോ. എന്ന് രാത്രി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് ഇരിക്കുന്തോറും കറി നല്ലൊരു ടേസ്റ്റിലിരിക്കുകയും ചെയ്യും, നല്ലൊരു കളറാവുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയിലേക്ക് ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു 1.5 സവാളയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഇത് ആ ഒരു സെൻറ്റർ പോയിന്റിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മല്ലിപ്പൊടിയും കൂടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വറുത്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ തേങ്ങ അടിച്ച് ഇട്ടില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, ഗ്രേവി നല്ലൊരു ഇതായിട്ടിരിക്കും കേട്ടോ, നല്ലൊരു തിക്ക് നല്ലൊരു കൊഴുപ്പിലിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി കുറച്ചൊരു ഹാഫ് തക്കാളിയും വാളംപുളിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചൊഴിക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, ഈ ഒരു കറി ഇരിക്കുന്തോറും ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, കേടാവത്തില്ല ഒരു വാളംപുളി ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ മീൻ പറക്കിയിടരുത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് മീൻ പറക്കിയിടാവുള്ളൂ കേട്ടോ. അന്നേരമാണ് നമ്മൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ആ ഒരു ഗ്രേവിയിലേക്ക് പിടിച്ചിട്ട് മാത്രമാണ് നമ്മളത് മീൻ പറക്കിയിട്ടാലാണ് ആ ഒരു ഗ്രേവിക്ക് ആ ഒരു ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അതെല്ലാം വാരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടംപുളി ഇടണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുടംപുളി ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഇട്ടത് സ്കിപ്പായി പോയിട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് വന്നു കഴിയുമ്പം ഒരുപാട് തവി വെച്ചിട്ട് കുത്തി ഇളക്കി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മീനൊക്കെ ആകെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വെന്ത് വരുന്നതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ തവി വെച്ചിട്ട് കൂട്ടി ഒരുമിച്ച് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് നമ്മളിതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പം താളിച്ച് നമ്മൾ ഒഴിക്കാതെ നല്ല പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ മീൻ കറി നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു കറി ഇപ്പോൾ ഒരാഴ്ച നമ്മൾ വെളിയിൽ ഇരുന്നാലും കേടാവത്തില്ല, നേരെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട. തലേന്ന് രാത്രിയൊക്കെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറ്റേന്നത്തേക്കാണെങ്കിലും ഒരാഴ്ച ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുന്നതെങ്കിൽ മീൻ നമ്മൾ എന്ത് മീനായിക്കോട്ടെ കൊഴുവയാണെങ്കിലും ഇതുപോലെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുത്ത് വറക്കുവാണെങ്കിൽ മീൻ നമ്മൾ ഫ്രൈ ചെയ്താണെങ്കിലും അത് കറി വെച്ചതാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, ഒരു പഴകിയ ഒരു ഫ്ലേവർ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മളോട് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.